നെക്സ്റ്റ് സീനിൽ നിക്കിൻ്റെ മദർ ന്യൂട്ടൻ്റെ മദറിനെ വിളിക്കുന്നു. നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടാൻ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നീ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കാണാൻ പറയുന്നുണ്ട്. ഇവിടെ നിക്കും ന്യൂട്ടും ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് രണ്ടുപേരും എംബാരസായി മാറി നിൽക്കുന്നു. നിനക്ക് വിശപ്പുണ്ടോ, നമുക്ക് ഫുഡ് കഴിക്കാം എന്നവൻ പറയുമ്പോൾ അവൾ ഇല്ലെന്ന് പറയുന്നുണ്ട്. നീ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും ബെറ്റർ, കാരണം നിന്റെ ജോലി ഇനി ഒരുപാടുണ്ടെന്ന് പറയുന്നു. ന്യൂട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയെല്ലാം അലങ്കോലമായി കിടക്കുന്ന കാണുന്നു. നീ പറഞ്ഞ ശരിയാണ്, നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് അവൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ പെയിന്റ് പറ്റിയിരിക്കുന്ന നിക്കിന്റെ ഡ്രസ്സെല്ലാം അവൾ അലക്കാനിടുന്നുണ്ട്. നിക്കാകട്ടെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ വാഷ്റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് അവൻ കുളിച്ചു കഴിഞ്ഞു ചെക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവൾ ആകെ ടെൻസ്ഡ് ആകുന്നു. അവിടെയെല്ലാം അലങ്കോലമായി കിടക്കുന്ന കണ്ട് അവൾ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നിക്ക് വെളിയിലേക്ക് വരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ട് എംബാരസ് ആകുന്നുണ്ട്. എന്നിട്ട് അവൾ വെള്ളം എടുത്തുകൊണ്ട് വന്ന് നിക്കിൻ്റെ കൊടുക്കുന്നു. താങ്കളുടെ ഷർട്ട് ഞാൻ കഴുകാൻ ഇട്ടിട്ടുണ്ട്, അതിപ്പോൾ റെഡിയായി കിട്ടും എന്നവൾ പറയുന്നു. അപ്പോൾ നിക്ക് വെളിയിലേക്ക് നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. നീ എന്തിനാ സ്മൈൽ ചെയ്യുന്നവൾ ചോദിക്കുമ്പോൾ അവൻ വെളിയിലേക്ക് അവൾ സിഗ്നൽ കാണിക്കുന്നു. അവൾ നോക്കുമ്പോൾ അവളുടെ ഡ്രസ്സെല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു. അവൾ എംബാരസായി ഓടിപ്പോയി അതെല്ലാം ഹൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ടവൽ എടുത്തുകൊണ്ട് വന്ന് നീ തൽക്കാലം ഇതുകൊണ്ട് കവർ ചെയ്യാൻ പറഞ്ഞ് അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിക്കാകട്ടെ ആ ടവൽ കൊണ്ട് അവളെ കവർ ചെയ്യുന്നു. എന്നെ കവർ ചെയ്യാനല്ല പറഞ്ഞത്, നീ കവർ ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവളോടൊന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ നിക്ക് അവളെ പിടിച്ച് അവനെ ക്ലോസ് ആക്കുന്നു. അവൾ ആകെ ഷോക്കായിട്ട് അവനെ നോക്കുന്നു. നിക്ക് അവളുടെ ക്ലോസ് ആയിട്ട് വന്ന് പതുക്കെ അവളുടെ മുടിയിൽ പിടിച്ച ശേഷം നിന്റെ മുടി നീ എങ്ങനെ ഉണക്കിയിരിക്കുന്നതെന്ന് ചോദിച്ച് അവളുടെ മുടി ഉണക്കാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി എംബാരസ് ആകുന്നുണ്ട്. നിക്ക് പെട്ടെന്ന് ബാക്കിലേക്ക് മാറുന്നു. അവൾ സ്മൈൽ ചെയ്തുകൊണ്ട് നിന്റെ ഷർട്ട് ഉണങ്ങുന്ന വരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി ഫുഡ് ഉണ്ടായിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൾ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നത് ന്യൂട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിക്ക് അവളുടെ അടുത്ത് വന്നിരുന്ന് നല്ല സ്മെല്ലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് സാധാരണ നൂഡിൽസ് മാത്രമാണെന്ന് അവൾ പറയുന്നു. ഞാൻ നൂഡിൽസിനെ കുറിച്ചല്ല പറയുന്നതെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ന്യൂട്ട് സർപ്രൈസ് ചെയ്ത് അവനെ നോക്കുന്നുണ്ട്. രണ്ടുപേരും വീണ്ടും എംബാരസ് ആകുന്നു. ഞാൻ ട്രൈ ചെയ്യട്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ നൂഡിൽസിനെ കുറിച്ചല്ലേ ചോദിച്ചെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് നൂഡിൽസിനെ കുറിച്ചാണെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ എനിക്ക് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ സ്പൂൺ എടുക്കാൻ തുടങ്ങുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ വാ തുറക്കുന്നു. ലാസ്റ്റ് ടൈം നിക്ക് അവൾക്ക് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണ തൻ്റെ ചാൻസ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ നൂഡിൽസിൻ്റെ സൂപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ സൂപ്പ് നല്ല ചൂടായിരുന്നു. സോ അത് കാരണം അവൻ്റെ വാ പൊള്ളുന്നുണ്ട്. അവൾ പെട്ടെന്ന് ടിഷ്യൂസ് എടുക്കുന്നു. നിക്കും ടിഷ്യൂസ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടുപേരും താഴേക്ക് വീഴുന്നുണ്ട്. അവൻ അവളുടെ ക്ലോസ് ആയിട്ട് വരുന്നു. അവൾ പെട്ടെന്ന് തൻ്റെ തല മാറ്റുന്നുണ്ട്. ഇത് കണ്ട് അവൻ അവളെ നോക്കി സ്മൈൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവനൊരു കോൾ വരുന്നു. ഫോൺ എടുക്കുമ്പോൾ അവൻ്റെ ഓഫീസിനായിരുന്നു. കുറച്ച് ടൈമിലേക്ക് ഞാൻ വെളിയിൽ വന്നെയാണ്, പെട്ടെന്ന് ഓഫീസിലേക്ക് വരാമെന്ന് അവൻ പറയുന്നുണ്ട്. നിനക്കെന്തോ അർജൻറ്റ് ജോബ് വന്നെന്ന് തോന്നുന്നു അവൾ പറയുമ്പോൾ അത്ര അർജൻറ്റൊന്നും അല്ല, എന്തായാലും നൂഡിൽസ് കഴിക്കാൻ ടൈമുണ്ടെന്ന് അവൻ പറയുന്നു. നിക്ക് ടേസ്റ്റ് ചെയ്ത ശേഷം നൂഡിൽസ് വളരെ ടേസ്റ്റിയാണെന്ന് പറയുന്നു. രണ്ടുപേരും സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ന്യൂട്ട് തന്നെ മദറിനെ കാണാൻ വന്നിരിക്കുകയാണ്. മദർ അവളോട് നിന്നിൽ ഇൻട്രസ്റ്റഡ് ആയ ഒരാളെ എനിക്കറിയാമെന്ന് പറയുന്നു. അങ്ങനെ ആരുമില്ല മദർ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അവർ എന്നോടല്ലേ പറയുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. മദറിൻ്റെ ഫേസ് ഒരുപാട് ടെൻഷനിലായിരുന്നു. ഇത് കണ്ട് ന്യൂട്ട് ഞാൻ പറയുന്ന സത്യമാണ്, എന്നിൽ ആരും ഇൻട്രസ്റ്റഡ് അല്ല, ഞാനും ആരിലും. ഇപ്പോഴത്തെ എൻ്റെ ഫോക്കസ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ കടങ്ങളെല്ലാം വീട്ടുന്നതാണ്. അതിനുശേഷം മാത്രമേ ഞാൻ ഒരു റൊമാൻറ്റിക് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. മദർ ഒരുപാട് ടെൻഷനിൽ ന്യൂട്ടിനെ നോക്കി നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാൻ മിസ് ലീത നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ന്യൂട്ട് മിസ് ലീത എന്തിനാ നമ്മളെ വെറുതെ ഇത്ര ഹെൽപ്പ് ചെയ്യുന്നത് ചോദിക്കുന്നു. വെറുതെ അല്ല, ഇതിന് പകരമായി നീ മിസ്റ്റർ ടോയെ മാരി ചെയ്യണമെന്ന് അമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് ന്യൂട്ട് ദേഷ്യത്തിൽ എണീക്കുന്നു. മിസ് യാദ പറഞ്ഞത് നീ മിസ്റ്റർ ടോയെ മാരി ചെയ്ത് 2 വർഷത്തിനുള്ളിൽ അവർക്കൊരു കുട്ടിയെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർ നമുക്ക് 5 മില്യൺ തരും. നമ്മളെ സംബന്ധിച്ച് അത് ഒരുപാടാണെന്ന് മദർ പറയുന്നുണ്ട്. ഇത് കേട്ട് ന്യൂട്ട് ദേഷ്യത്തിൽ വെളിയിലേക്ക് വരുന്നു. മദർ അവളുടെ പിറകെ വന്ന് അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. മദറിന് എങ്ങനെ തോന്നി പണത്തിനു വേണ്ടി ഞാൻ ഒരാളെ മാരി ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ആലോചിക്കേണ്ടത് നിന്റെ മനസ്സുകൊണ്ടല്ല,
നിന്റെ ബ്രെയിൻ കൊണ്ടാണ്. നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ആ ഗാങ്സ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളോട് ആവശ്യപ്പെടുന്ന എമൗണ്ട് ഈ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും നമുക്കൊരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റില്ല. പകരം ഈ വഴി നോക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കടങ്ങളും വീട്ടാൻ പറ്റും. അതിനുശേഷം നമ്മുടെ പക്കൽ ധാരാളം എമൗണ്ട് ബാക്കി ഉണ്ടാവുമെന്നും മദർ പറയുന്നു. പക്ഷെ ന്യൂട്ട് ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. മോം, ഇതൊരിക്കലും നടക്കില്ല. മോം ഇപ്പോൾ തന്നെ അവരെ വിളിച്ച് സമ്മതമല്ലെന്ന് പറയുന്നുണ്ട്. വേറെ വഴിയൊന്നുമില്ലാതെ ആകുമ്പോൾ മദർ അവളെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. കുട്ടിക്കാലത്തെ കാര്യമെല്ലാം അവളോട് പറയുന്നുണ്ട്. നിനക്കറിയാവുന്നതാണ് എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ വളർത്തിയതെന്ന്. എനിക്ക് വേണ്ടി നിനക്ക് ഇത്ര പോലും ചെയ്യാൻ പറ്റില്ലേ എന്ന് മദർ ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ നിക്ക് വെള്ളം കുടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ടോയ് അവിടേക്ക് വന്ന് ഞാൻ മാരി ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഷോക്കായി നിക്കിന്റെ വായിലെ വെള്ളം പോലും താഴേക്ക് പോകുന്നുണ്ട്. നിക്ക് ടോയുടെ പിറകെ വന്ന് ആ പെൺകുട്ടിയെക്കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ആരാണ്, എന്താണ് ചെയ്യുന്നത്, നീ എന്താ ഇതുവരെ എന്നെ അവളെ മീറ്റ് ചെയ്യിക്കാനൊക്കെ ചോദിക്കുന്നു. അവൾ മദറിന്റെ പേഴ്സണൽ മെയ്ഡിന്റെ മകളാണ്. നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്നൊക്കെ അവൻ പറയുന്നു. ഓ, എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ആ ലോങ് മുടിയുള്ള പെൺകുട്ടിയല്ലേ, നീ അവളെ എവിടെ വെച്ച് മീറ്റ് ചെയ്തു എന്ന് നിക്ക് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഇത്രയും എക്സൈറ്റ് ആവേണ്ട ആവശ്യമില്ല. മാരേജ് ഇതുവരെ കൺഫേം ആയില്ലെന്ന് ടോയ് പറയുന്നു. നെക്സ്റ്റ് ഡേ ന്യൂട്ട് തന്റെ പ്രൊഡക്ട്സ് എല്ലാം ഡെലിവർ ചെയ്യാൻ വേണ്ടി വരുന്നു. അവൾ മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ നിക്ക് അവളോട് എന്തു പറ്റി, നീ എന്താ ഇന്ന് ഇത്രയും സൈലന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ന്യൂട്ടൊന്നും പറയാതെ പ്രോഡക്ട്സ് എല്ലാം ഡെലിവർ ചെയ്യാൻ വേണ്ടി പോകുന്നു. അവൻ അവളുടെ പിറകെ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങിക്കുന്നുണ്ട്. നീ എന്നോട് കാര്യം പറയുന്നില്ലെങ്കിൽ ഞാൻ ഇത് ഡെലിവർ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് അവൻ പറയുന്നു. പക്ഷെ ന്യൂട്ടൊന്നും പറയാതെ അവൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അവനാകട്ടെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ആ ബാഗ് തിരിച്ചു വലിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബാഗ് പിടിച്ചു വലിക്കുകയാണ്. ലാസ്റ്റ് ബാഗ് കീറി അതിലുണ്ടായിരുന്ന പ്രോഡക്ട്സ് എല്ലാം താഴെ വീഴുന്നു. എന്നോട് ഇങ്ങനെ പ്ലേ ചെയ്യരുതെന്ന് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞാണെന്ന് ന്യൂട്ട് ദേഷ്യത്തിൽ പറയുന്നു. എന്നിട്ട് അവൾ തറയിൽ കിടക്കുന്ന ബോക്സ് എല്ലാം എടുക്കുന്നു. നിക്കും അവളെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീ എന്നോട് പറയാത്തോണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് അവൻ പറയുന്നു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നീ എന്താ എൻ്റെ പ്രോഡക്ട്സ് നശിപ്പിക്കുമോ, നീ എന്നോട് സോറി പറയണമെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ നിക്കാകട്ടെ സോറി പറയാൻ തയ്യാറാകുന്നില്ല. നീ ഈ ചെയ്തതിന് എന്നോട് സോറി പറയാൻ അവൾ വീണ്ടും പറയുന്നുണ്ട്. ഞാൻ സോറി പറയില്ല, പകരം നിനക്ക് സൂപ്പ് വാങ്ങിത്തരാമെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾക്ക് ഒരുപാട് വിയേർഡ് ഫീൽ ചെയ്യുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട്. നിക്കാകട്ടെ അവളെ നോക്കിയിരിക്കുന്നു. രാത്രിയാകുമ്പോൾ നിക്ക് അവളെ ഡ്രോപ്പ് ചെയ്യുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞൊട്ട് അവളെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ നിക്കാകട്ടെ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. ഇവൻ എന്തു മനുഷ്യനാണ്, മിസ്റ്റേക്ക് ചെയ്തിട്ട് എന്നോട് സോറി പറയാൻ പോലും വില്ലിങ് അല്ലെന്ന് അവൾ മനസ്സിൽ പറയുന്നു. അതേസമയം ന്യൂട്ടിനെ വെയിറ്റ് ചെയ്ത് ടോയ് അകത്തിരിപ്പുണ്ടായിരുന്നു. നിക്ക് ഇവനെ കാണുന്നുമില്ല. ന്യൂട്ട് അകത്തേക്ക് വരുമ്പോൾ ടോയെ കണ്ട് അവൾ ഷോക്കാകുന്നുണ്ട്. അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കേണ്ട, അകത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടി അകത്തേക്ക് വരുന്നു. താങ്കൾക്ക് ഏത് ബ്യൂട്ടിഫുൾ ഗേളിനെ വേണമെങ്കിലും മാരി ചെയ്യാം, പിന്നെ എന്തിനാണ് താങ്കൾ എന്നെ മാരി ചെയ്യാൻ പറഞ്ഞതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ടോയ് അധികം വളച്ചൊടിക്കാതെ കാര്യം അവളോട് പറയുന്നു. ഞാനൊരു ഗേ ആണ്, എനിക്കൊരു ബേബി വേണം, ഇത് എൻ്റെ ഫാമിലിയുടെ ഒരു കണ്ടീഷനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ മാരി ചെയ്യുന്നതെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ന്യൂട്ട് ഷോക്കായി. അതിൻ്റെ അർത്ഥം താങ്കൾ എന്നെ ഹയർ ചെയ്യാനില്ലെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. മോം ഫോണിൽ സംസാരിക്കുന്നത് ബൈ ചാൻസ് ആണ് ഞാൻ കേട്ടത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു എന്ന് ടോയ് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ന്യൂട്ട് ഷോക്കായി നിൽക്കുന്ന കാണുമ്പോൾ മോം നിന്നെ ഹയർ ചെയ്യാൻ കാരണം കുട്ടിക്കാലത്ത് മുതൽ എനിക്ക് നിന്നെ അറിയാവുന്നത് കൊണ്ടാണ്. നിന്റെ കൂടെ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് മോമിനെ അറിയാം. നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ ഒരിക്കലും ടച്ച് ചെയ്യില്ല. പിന്നെ ബേബിയുടെ കാര്യം നമുക്കതിന് ഏതെങ്കിലും മെഡിക്കൽ പ്രൊസീജിയർ യൂസ് ചെയ്യാമെന്ന് അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ന്യൂട്ട് ഇപ്പോഴും കൺഫ്യൂസ് ആയി നിൽക്കുകയാണ്. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് ഞാൻ നിന്നോട് പ്രോമിസ് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞെല്ലാം സത്യമാണെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൾക്കും വിശ്വാസമാകുന്നു. അവൾ സ്മൈൽ ചെയ്തുകൊണ്ട് അവൻ്റെ കൈ തട്ടി മാറ്റുന്നു. അതേസമയം നിക്ക് വീട്ടിൽ വന്ന ശേഷം ന്യൂട്ടിന് കുറേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നിനും റിപ്ലൈ കൊടുക്കുന്നില്ല. ഇത് കണ്ട് അവൻ ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ സ്വയം ഹർട്ട് ചെയ്യുന്നുണ്ട്. നീ അപ്പോൾ അവളോടൊരു സോറി പറഞ്ഞെങ്കിൽ നിനക്ക് എന്ത് നഷ്ടപ്പെടുമായിരുന്നു എന്ന് അവൻ സ്വയം ചോദിക്കുന്നു.